കണ്ണൂർ ബിഷപ്പ് ഹൌസിൽ കയറി വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിലായി. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. പരിക്കേറ്റ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്ത് ഇപ്പോൾ ചികിത്സയിലാണ്. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ മനുഷ്യൻ പുള്ളി നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു. 20 കൊല്ലം മുമ്പ് മതം മാറിയതാണ്. പിതാവ് സാധാരണ രീതിയിൽ ആരെങ്കിലും സഹായത്തിന് വന്നാൽ എൻ്റെ അടുത്തേക്കാണ് പറഞ്ഞു വിടുക. അപ്പോൾ ഇപ്പോൾ ചേട്ടമ്പാ നമുക്ക് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് ചായ ഒന്നും വേണ്ട, എനിക്ക് വെള്ളം മതി എന്ന് പറഞ്ഞു വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. അന്നേരം ഞാനൊരു 1000 രൂപ കൊടുത്തു. അന്നേരം നിങ്ങൾ വന്നതല്ലേ, അപ്പോൾ വൗച്ചറൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ അയാൾ മേശയ്ക്ക് അപ്പുറപ്പുറമായിരിക്കുന്ന ഞങ്ങൾ അങ്ങനെ നിൽക്കണം. പെട്ടെന്ന് പുള്ളി മൂവ് ചെയ്ത് ഈ കത്തി കൊടുത്ത് കുത്ത് നടത്തി. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഇത് എന്തിന്റെ പേരിലാണ് ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അരുൺ? ഉന്മേഷ്, മുഹമ്മദ് മുസ്തഫ അവിടെ പണം സഹായമായി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ എത്തുന്നത്. ബിഷപ്പിനെ കാണണമെന്നാണ് ഈ മുസ്തഫ ആദ്യം ആവശ്യപ്പെട്ടത്. ആ പോയ ഘട്ടത്തിൽ ബിഷപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ബിഷപ്പ് വന്ന് ബിഷപ്പുമായി ആദ്യം സംസാരിച്ചു. പിന്നീടാണ് തുടർന്നാണ് ഓഫീസിലേക്ക്, അതായത് ബിഷപ്പ് ഹൗസിലെ തന്നെ ഓഫീസിലേക്ക് ഈ മുസ്തഫയെ പറഞ്ഞയക്കുന്നത്. അവിടെയാണ് ഫാദർ ജോർജ് പൈനാടത്ത് അവിടെയാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന വൈദികനാണ് ഫാദർ ജോർജ് പൈനാടത്ത്. അങ്ങനെ ആദ്യം ഘട്ടത്തിൽ അവർ സംസാരിച്ച കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ ബിഷപ്പ് ഹൗസിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വൈദികനുമായി ചില സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു. മുമ്പ് ജോലി ചെയ്യിപ്പിച്ചിരുന്ന അതിൻ്റെ പണം നൽകിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു എന്നതാണ് ഈ പരിക്കേറ്റ വൈദികൻ പറയുന്നത്. അതിൻ്റെ ഉൾപ്പെടെ പണം വേണം എന്ന് ആവശ്യപ്പെട്ടു. അത് മുമ്പ് കേസൊക്കെ കോടതിയിൽ പോയതാണ്. പക്ഷേ ആ കേസൊക്കെ കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. ആ പണം എന്തായാലും നൽകാൻ കഴിയില്ല എന്ന് ഫാദർ പറഞ്ഞു. അതിന് പിന്നാലെയാണ് അതിനുശേഷം എന്തായാലും വന്നതല്ലേ, 1000 രൂപ നൽകാം, അതിൽ വൗച്ചറിൽ ഒപ്പിടണം എന്നുകൂടി ആവശ്യപ്പെട്ടു. പക്ഷേ വളരെ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ വൈദികനെ ആക്രമിക്കുകയായിരുന്നു. വലത് കൈക്കും അതോടൊപ്പം തന്നെ വയറിനും ഈ വൈദികന് പരിക്കേറ്റിട്ടുണ്ട്. ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ബിഷപ്പ് ഹൗസിൽ നിന്ന് തന്നെ പോലീസിന് വിവരം അറിയിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് അവിടെ എത്തി ഇയാളെ മുഹമ്മദ് മുസ്തഫയെ കൈയോടെ പിടികൂടുകയായിരുന്നു. എന്തായാലും പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ മുമ്പ് ചില സാമ്പത്തിക തർക്കവും അതിൻ്റെ ഭാഗമായി ബിഷപ്പ് ഹൗസിൽ ഇയാൾ മുമ്പും വന്നിട്ടുണ്ട് എന്ന കാര്യമൊക്കെ എന്തായാലും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇയാൾ ഈ വൈദികരെ ആക്രമിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്തത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.